ജീവിതം നമുക്കായി നൽകുന്നതിനെ എതിർക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വേദനകൾ സൃഷ്ടിക്കപ്പെടുന്നത്. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി ഒന്നിനെയും എതിർക്കാതെ, ഒന്നിനോടും പോരാടാതെ സ്വീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ ജീവിതം ജീവിക്കുന്നത്. ഒരു കല്ല് മഴയെ എതിർക്കുന്നില്ല, ഒരു മരം കാറ്റിനോട് പോരാടുന്നില്ല, രാത്രി ഇരുട്ടിനെ ഭയക്കുന്നില്ല, പ്രഭാതം വെളിച്ചത്തെ മാറ്റാൻ നോക്കുന്നില്ല. മനുഷ്യർ ആണ് ജീവിതത്തോട് പോരാടുന്നത്, ഓരോ നിമിഷത്തെയും എതിർക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, അയാൾ ഇങ്ങനെ പറയരുതായിരുന്നു, എൻ്റെ ജീവിതം ഇങ്ങനെയാകണമായിരുന്നു. ഈ പ്രതിരോധിക്കുന്ന മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ ആ മനസ്സ് ക്ഷീണിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സംഭവങ്ങളെ സ്നേഹിക്കണമെന്നോ സംഭവങ്ങളെ ഇഷ്ടപ്പെടണമോ എന്നല്ല പറയുന്നത്. സംഭവങ്ങളെ സംഭവങ്ങളായിട്ട് മാത്രം കാണുക. ജീവിതത്തെ നമുക്ക് മാറ്റാൻ കഴിയില്ല. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ അതിനോട് എതിർക്കാതെ ജീവിതം നൽകുന്നതിനെ സ്വീകരിച്ചുകൊണ്ട് അതിനോടൊപ്പം നമുക്ക് ഒഴുകാൻ സാധിക്കും. അത് നമ്മെ കൂടുതൽ കൊണ്ടുപോകുന്നത് സമാധാനത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ആണ്. അപ്പം മഴ വന്നു കഴിഞ്ഞാൽ വെയിൽ വരും, വെയിൽ പോയി കഴിഞ്ഞാൽ രാത്രി വരും, രാത്രി പോയി കഴിഞ്ഞാൽ വീണ്ടും പകൽ വരും. നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും ഇതേപോലെയാണ്. ജീവിതത്തിന് എല്ലാത്തിനും മാറ്റമുണ്ട്. നമ്മുടെ ശരീരത്തിന്, ചിന്തകൾക്ക്, നമ്മുടെ വികാരങ്ങൾക്ക്, പെരുമാറ്റ രീതികൾക്ക്, നമ്മൾ ചുറ്റും കാണുന്ന ലോകത്തിന് എല്ലാം മാറ്റത്തിന് വിധേയമാണെന്ന് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുമ്പോൾ ഒന്നിനോട് ഒട്ടലില്ലാതെയുള്ള ആ ഒരു സ്വാതന്ത്ര്യവും ആ ഒരു ശാന്തിയുമാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഈ ഒരു ജ്ഞാനം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. ആ ഉറപ്പിച്ചിട്ട് അതിൽ ജീവിക്കാനുള്ള ആ ഒരു പ്രായോഗിക പരിശീലനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതാണ് നമ്മളോട് കാണിക്കുന്ന ആത്മാർത്ഥത, നമ്മളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത്. കാരണം നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയും നമ്മളും എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ഒരേ വസ്തു കൊണ്ടാണ്. അപ്പം നമുക്ക് ചുറ്റുമുള്ളതെല്ലാം അതേപോലെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കതേപോലെ സ്വീകരിച്ചുകൂടാ? ശരിക്ക് ആ സാഹചര്യങ്ങളോ ആ സംഭവങ്ങളോ ഒന്നുമല്ല നമ്മളെ വേദനിപ്പിക്കുന്നത്. ആ സംഭവങ്ങളെക്കുറിച്ചും ആ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ചിന്തകളോ, അതാണ് ശക്തമായിട്ടുള്ള വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. ഈ വികാരങ്ങളാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. അതേ സമയത്ത് ഇവിടെ എല്ലാം മാറ്റത്തിന് വിധേയമാണെന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു ജ്ഞാനം അതിൽ നമ്മൾ ഉറക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് സ്വസ്ഥരും ശാന്തരുമായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, നമ്മൾക്ക് മുന്നിൽ വരുന്ന പ്രതികൂല സാഹചര്യങ്ങളോ പ്രശ്നങ്ങളോ വേദനകളോ അല്ല നമ്മളെ വേദനിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ആ ഒരു ചിന്തകളാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. പക്ഷെ ഈ ജ്ഞാനം നമ്മളോട് പറയുന്നത് എന്താണ്? അതിനെ സ്വീകരിച്ചുകൊണ്ട് നീ ഈ ലോകത്ത് നിൻ്റെ ചെറിയ ജീവിതം ജീവിച്ച് തീർക്കുക. അങ്ങനെ പറയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സമയങ്ങൾ അതേപോലെ സ്വീകരിക്കാനും ജീവിക്കാനും ഉള്ള ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് സൃഷ്ടിച്ച് കൊടുക്കണം. ആ സൃഷ്ടിച്ച് കൊടുത്തിട്ട് അതേപോലെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈ സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് അലഞ്ഞ് കണ്ടെത്തേണ്ട ഒന്നല്ല, മറ്റൊന്നിനെ ആശ്രയിച്ച് കണ്ടെത്തേണ്ട ഒന്നല്ല. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് എനിക്ക് അനുഭവിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു വലിയൊരു ജ്ഞാനമാണ് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുന്നത്. അതേപോലെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ശരിക്ക്
ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും നമ്മൾ ആ ഒരു സ്വാതന്ത്ര്യവും ശാന്തിയും അനുഭവിച്ചാണ് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. അതിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ